പറ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അതല്ലേ ഫോട്ടോ എടുക്കാനായിട്ട് ഫോൺ വയ്ക്കത്തില്ല. എവിടെ പോണേ? നമുക്ക് കോവിൽ പോകാം ഗൈസ്. രാവിലെ നമുക്ക് മഴയെ കാരണം കോവിൽ പോകാനായിട്ട് സാധിച്ചില്ല. സോ നമുക്ക് വൈകിട്ട് കോവിൽ പോകാം. എപ്പോഴെങ്കിലും പോയപ്പോഴേ പേട്ട നേരത്തെ വന്നു, എന്നിട്ട് കിടന്നുറങ്ങി. എന്നിട്ടിപ്പം നമുക്കൊരു എത്ര മണിയായിട്ടാ? 6 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കോവിൽ പോയിട്ട് വരാം. നമ്മുടെ അടുത്തുള്ള കൃഷ്ണൻ കോവിൽ. അപ്പോൾ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഐ വിൽ ഷോ യു ഗൈസ്. പിന്നെ അത്രേ ഉള്ളൂ. നമുക്ക് കോവിൽ പോകാം. സമയം ദീപാരാധന കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. നോക്കാം. ഇരുന്നാ സെറ്റാണോ? ഹായ് ടീച്ചു. ഹായ് ബച്ചു. നോക്കൂലേ? മുഴുവൻ ഫ്രണ്ടിലോട്ട് ഇട്ടു. ഭർത്താവ് പറഞ്ഞിട്ട് വേണം. അങ്ങനെ നമ്മള് മലയൻകീഴുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ വന്നത്. നമ്മൾ വന്നിട്ടൊരു 1 മന്ത് മേലെ ഇവിടെ താമസം തുടങ്ങിയിട്ട്. എപ്പോഴും വിചാരിക്കും ഇവിടെ പോകണമെന്നു. എന്തായാലും നമ്മുടെ 5ാം വെഡിങ് ആനിവേഴ്സറിക്കായിരിക്കും ചിലപ്പോൾ നമുക്ക് പോകാൻ യോഗ ഉണ്ടായിരുന്നത്. ഇപ്പം രാവിലെ പോകണമെന്ന് വിചാരിച്ചു. രാവിലെ പോവാൻ ഭയങ്കര മഴയായിരുന്നു. ബസ് എണ്ണിക്കുന്നില്ല. അങ്ങനെ കുറച്ച് റീസൺ വന്നതുകൊണ്ട് നമ്മളതിനെ മാറ്റി വെച്ചു. വൈകിട്ട് പോകാമെന്നാക്കി. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ, ചുറ്റമ്പലത്തിൻ്റെ അകത്തേക്ക് പെണ്ണുങ്ങൾ, അതായത് സ്ത്രീകൾക്ക് കയറാൻ പറ്റില്ല. ആണുങ്ങൾ മാത്രമാണ് ഉള്ളിലേക്ക് കയറുക. അതും പാൻസ് ഇടാൻ പാടില്ല, മുണ്ടും എടുത്തിട്ട് പറ്റുള്ളൂ. അങ്ങനെ അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നതുകൊണ്ട് നമുക്കറിയില്ലായിരുന്നു. അപ്പം ഇങ്ങനെ ജസ്റ്റ് ചോദിക്കാൻ ചെന്നപ്പോഴാണ് അവർ പറഞ്ഞത് കയറാൻ പാടില്ല അത്രേ. റീസൺ ചോദിച്ചപ്പോൾ പറഞ്ഞത് 10 വയസ്സിൻ്റെ മേലെയുള്ള ആളുകൾ കയറുകയാണെങ്കിൽ, അതായത് സ്ത്രീകൾ കയറുകയാണെങ്കിൽ കാണാണ്ട് പോകും എന്നുള്ള ഒരു കാര്യമുണ്ട്. കാണാണ്ട് പോകുന്നു. സോ അതിനെ കൊണ്ടാണ് ഇതിന് കയറാൻ പറ്റാത്തതെന്നാണ് നമ്മൾ അറിഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് അവിടുത്തെ പോച്ചോട് ചോദിച്ചു. മീൻസ് ഇങ്ങനെ റെസിപ്റ്റ് കൗണ്ടറിൽ ഇരിക്കുന്ന ഒരാളോട് ചോദിച്ചപ്പോഴേക്കും അയാൾ പറഞ്ഞൊരു കാര്യമാണ്. സോ ബാക്കി കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. എന്തായാലും നമ്മൾ കയറി തൊഴുതു പുറത്ത് നിന്നിട്ട്. അങ്ങനെ അകത്ത് വീഡിയോ ഒന്നും എടുത്തില്ല. മുകളിലോട്ട് വീട് പാലു. ലില്ലു മുകളിലല്ല. നമ്മളിനി പോണത് എവിടെ അച്ഛാ? എവിടെ പോവാം? എവിടെ? വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് ഒരു സർപ്രൈസ്. എന്തോന്ന് സർപ്രൈസ്? എന്തോന്ന്? കനത്തിൽ മേടിച്ചു തരുമോ അതോ കനത്തിൽ ഞാനൊക്കെ അരങ്ങാണ് വാങ്ങിച്ചു തരും? ഓ, എനിക്ക് അത്രയ്ക്ക് പൂതിയൊന്നുമില്ല. താങ്ക് യു ഫോർ ദിസ്. മുല്ലപ്പൂ വാങ്ങിച്ച് സ്ലൈഡില്ല മാസു. ആ ചെന്നിട്ട് കുറച്ച് മുല്ലപ്പൂ. അപ്പം സ്ലൈഡ് ഇല്ല. അപ്പം ഏട്ടൻ സ്ലൈഡ് വാങ്ങിക്കാനായിട്ട് പോയിട്ട് ആ മുല്ലപ്പൂ കണ്ടപ്പോൾ ഭയങ്കര കൊതി. അപ്പോൾ കോവിലിൽ നിന്ന് കയറുന്നുണ്ടെ മേടിക്കണമെന്ന് വിചാരിച്ചു. അവിടെ പിച്ചിപ്പൂ ഉണ്ടായിരുന്നുണ്ട്. പിച്ചിപ്പൂൻ്റെ മണം ഏട്ടന് ഇഷ്ടമല്ല. സോ മുല്ലപ്പൂ കണ്ടപ്പോൾ പറഞ്ഞു യെസ് വാങ്ങിച്ചു തരാം. അപ്പം സ്ലൈഡ് മേടിച്ചിട്ട് വന്നിട്ട് നമുക്ക് തലയിൽ വെക്കാം. അങ്ങനെ മുല്ലപ്പൂ കണ്ടപ്പോൾ ഭയങ്കര കൊതി തോന്നി കേട്ടോ. അപ്പം കോവിൽ കയറുന്നതിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം പിച്ചിമുട്ട ആയതുകൊണ്ട് ഏട്ടന് ഇഷ്ടമല്ല. ഏട്ടൻ ഭയങ്കര സ്മെല്ലാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം പോകുമ്പോഴേ മുല്ലപ്പൂ ഇട്ടേ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ തിരുമല എത്തിയപ്പോഴേക്കും മുല്ലപ്പൂ ഇരിക്കണുണ്ട്. അങ്ങനെ അവിടെ നിർത്തി ഏട്ടൻ വാങ്ങിച്ചു തന്നു കേട്ടോ. സ്ലൈഡും ഇല്ല. അപ്പോൾ സ്ലൈഡും പോയി ഏട്ടൻ വാങ്ങിച്ചു തന്നു. സോ ലവ്ലി ഹസ്ബൻഡല്ലേ ഗൈസ്.
അങ്ങനെ മുല്ലപ്പൂവും വെച്ച് അപ്പം ഏട്ടൻ ഇവിടെ എന്തിനിങ്ങനെ പൊക്കി വെക്കണേ ഓൾറെഡി എൻ്റെ തലയിൽ മണ്ടയിലിരിക്കുന്ന ക്ലിപ്പ് അങ്ങനത്തെ ആയിരുന്നു, ഞാൻ കുറച്ചിങ്ങനെ കയറ്റി വെച്ചതായിരുന്നു. അപ്പം അതിനെ അഡ്ജസ്റ്റ് ചെയ്താണ് വെക്കുന്നത്. ഏട്ടൻ പറഞ്ഞു ഇതൊരു തമിഴത്തി സ്റ്റൈൽ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമാണ് തമിഴത്തി സ്റ്റൈൽ എന്നും പറഞ്ഞാണ് ഈ വെച്ചിട്ട് ഞാൻ ഈ ഇരിക്കുന്നത് കേട്ടോ. ഈ തുടരും മൂവിയിലെ പാട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്, കൺമണിപ്പൂവേ. അപ്പം അതിനിരുന്ന് നമ്മൾ താളം പിടിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നല്ലൊരു മഴ ആയിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും. കോവിലിൽ നിന്ന് ഇറങ്ങിയപ്പോഴ ശേഷം മഴ പെയ്യാൻ തുടങ്ങി. നല്ലൊരു കാലാവസ്ഥയായിരുന്നു. എനിക്കിഷ്ടമാണ് ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ മഴ പെയ്യണത്. ഭയങ്കര പെരുമഴയല്ല, ചെറിയ ഒരു മഴ പ്ലസ് നമുക്ക് ഇഷ്ടമുള്ള പാട്ടും കേട്ട് പോവാന്ന് പറയുന്നത് അതൊരു വേറൊരു വൈബാണ് കേട്ടോ. അപ്പോൾ വസുവിന് വീഡിയോ എടുക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് വസു മാറിയിരിക്കുന്നത്. വസു എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. വസുവിന് വീഡിയോ എടുക്കണ്ട, വസുവിനെ വീഡിയോയിൽ കാണിക്കരുത് എന്നാണ് വസു പറയുന്നത്. ചില സമയത്ത് ഇതുപോലെ അവൻ വന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് പറയും എൻ്റെ ഫോട്ടോ എടുക്കുമെന്നൊക്കെ. ചില സമയത്ത് ഇങ്ങനെയാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞ ഹമാര ചോയ്സിൽ വന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്കെന്തോ കനത്തിൽ മാഞ്ച് തരാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നതെന്ന്. നോ നെവർ. നിങ്ങളിപ്പോൾ വിചാരിക്കും എനിക്ക് മോതിരം മേടിച്ചു എന്ന്. അല്ല ഗൈസ്, കുട്ടിയുടെ വള ഭയങ്കരമായിട്ട്, ഇവൻ്റെ കയ്യിലൊരു വളയായിരുന്നു കിടന്നിരുന്നത്. അത് ഭയങ്കര ചെറുപ്പം, ഇനി സ്കൂളിൽ പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ മുറിച്ചെടുക്കണം. അപ്പം നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതിനെ മാറ്റണം, ഊരി മാറ്റണം എന്നുള്ളത്. അങ്ങനെ ഏട്ടൻ അവിടെ ജ്വല്ലറിയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അതിനെ മാറ്റിയിട്ട് ഇനി വള വേണ്ട ബ്രേസ്ലെറ്റ് മതി എന്ന് പറഞ്ഞാൽ അതിനെ മാറ്റിയെടുത്തു. ബ്രേസ്ലെറ്റ് എടുത്തു കേട്ടോ. നമ്മൾ അറുത്തെടുക്കണം എന്നാണ് വിചാരിച്ചത്. പിന്നെ ജ്വല്ലറിയിലെ ഒരു പയ്യൻ നല്ല സ്മൂത്തായിട്ട് അതിനെ ഊരിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ വസുവിൻ്റെ ബ്രേസ്ലെറ്റും വാങ്ങിച്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് സംസമ്മിൽ വന്നു കേട്ടോ. അവിടെ ഫുഡ് കഴിക്കായിട്ട് വന്നപ്പോഴാണ് അതിൻ്റെ മേളിൽ മാതിരി പാർക്ക് കണ്ടത്. പിന്നെ വസു ഒരു റൗണ്ട് അവിടെ കിടന്ന് കളിച്ചതിന് ശേഷം നമ്മൾ കളിച്ചതിന് ശേഷം വരണില്ല ഫുഡ് കഴിക്കാൻ. പിന്നെ അവിടുത്തെ ചേട്ടന്മാർ അവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്തു. കാരണം ഒരു പിള്ളേരും അവിടെ നിന്ന് പോകുന്നില്ല, പാരൻസ് ഇങ്ങനെ വിളിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പോകാണ്ട് നിന്നപ്പോൾ അവർ ലാസ്റ്റ് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പറഞ്ഞു ഇനി ആരും ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവിടുന്ന് നമ്മൾ പോകുന്നത് കേട്ടോ. അങ്ങനെ ഇവിടെ വന്നപ്പോഴേക്കും ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിരുന്ന് എന്താണ് പൊറോട്ട, അൽഫാം, ഒരു ലൈം, അതൊക്കെ തന്നെ കേട്ടോ കഴിച്ചത്. പിന്നെ ഇപ്പം ഞാൻ കഴിച്ചിട്ട് വേണം ഏട്ടന് കഴിക്കാൻ. സോ ഏട്ടൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയല്ലേ, അപ്പം എൻ്റെ അടുത്തൊരു വേഗം ഒന്ന് കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് കഴിക്കാമായിരുന്നു എന്ന് പറഞ്ഞാണ് ഏട്ടൻ ഈ വീഡിയോയുടെ പിന്നാമ്പുറത്തിരിക്കുന്നത്. പിന്നെ വസുവിന് വേണ്ടിയിട്ട് ഒരു ഹണി കേക്ക് വിത്ത് ഐസ്ക്രീം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിച്ചതിന് ശേഷവും ഞങ്ങൾ പോയിട്ട് അവിടെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമായിരുന്നു. ഏട്ടൻ അവിടെ നിന്ന് മുഷിഞ്ഞു. പിന്നെ ഞാൻ അവിടെ പാരൻസിന് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ അവിടെ ഇരുന്ന് മുഷിഞ്ഞു. അതിനുശേഷം പിന്നെ വീണ്ടും അവർ ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഈ കുട്ടി വന്നത്, അല്ലെങ്കിൽ വരില്ല കേട്ടോ. നമ്മൾ രണ്ടും അവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഏട്ടൻ മതിയിടാ, നീ വന്നപ്പോഴേ കുറെ കളിച്ചല്ലെന്ന് പറഞ്ഞിട്ട് ഒന്നും അവൻ കേൾക്കുന്നില്ല. പിന്നെ ഒരു വിധത്തിൽ അവർ ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷമാണ് കുട്ടി ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആനിവേഴ്സറി സ്പെഷ്യൽ ദിവസം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സുബാ വ്ലോഗ്സ്.